بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون صدق الله العظيم إنما الأعمال بالنيات وإنما لامرئ ما نوى فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه صدق رسوله النبي الكريم സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹീത റമദാന് മുന്നോടിയായി നൽകിയിരിക്കുന്ന മാസമാണ് വിശുദ്ധ ശഅബാൻ. ആ ശഅബാൻ മാസത്തിൽ ധാരാളം പോലീസയും മഹത്വവും വിശുദ്ധ ഇസ്ലാം നിശ്ചയിച്ചിരിക്കുകയാണ്. ശഅബാൻ എന്നത് ശുഅബ് എന്ന അറബി പദത്തിൽ നിന്ന് ഒരു വിഭാഗം മുഹദ്ദിസീങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ശുഅബ് എന്ന അറബി പദത്തിന്റെ അർത്ഥം വൃക്ഷത്തിന്റെ ശാഖകൾ, ശിഖരങ്ങൾ എന്നാണ്. ശഅബാൻ മാസത്തിൽ വൃക്ഷത്തിന്റെ ധാരാളം ശിഖരങ്ങളെ പോലെ ധാരാളം നന്മകൾ ഉൾക്കൊണ്ടിരിക്കുന്ന മാസമായതുകൊണ്ടാണ് ഈ മാസത്തിന് ശഅബാൻ എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. ഒരു ചില മുഹദ്ദിസീങ്ങൾ പറയുന്നു ശഅബ് എന്ന പദത്തിൽ നിന്നുള്ളതാണ് ശഅബാൻ. ശഅബ് ശഅബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രചരിക്കുക, വ്യാപിക്കുക എന്നാണ് അർത്ഥം. അനുഗ്രഹീത റമദാന് മുന്നോടിയായി സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും അവരുടെ ജീവിതത്തെ പാപത്തിൽ നിന്ന് മുക്തമാക്കി നന്മകളിൽ മുന്നേറുന്ന മാസമായതുകൊണ്ട് ധാരാളം നന്മ ഭൂമിയുടെ പുറംതൊലിക്ക് മുകളിൽ വ്യാപിക്കുകയും പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഗ്രഹീത റമദാനിന് ശേഷം ഏറ്റവും കൂടുതൽ സുന്നത്തായ വ്രതാനുഷ്ഠാനത്തിനു വേണ്ടി തെരഞ്ഞെടുത്ത മാസമാണ് ശഅബാൻ. ഇമാം ബുഖാരി അലൈഹി റഹ്മ അദ്ദേഹത്തിന്റെ അൽ ജാമിഉ സഹീഹിൽ മഹദി ആയിഷ റളിയല്ലാഹു അൻഹാന്റെ റിവായത്ത് ഇപ്രകാരം കൊണ്ടുവരുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്തക്മല സിയാമ ശഹരിൻ ഖത്തു ഇല്ലാ റമദാൻ വമാ റഅയ്തുഹു അക്സറ സിയാമൻ മിൻഹു മിൻ ശഅബാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്പൂർണമായ ഒരു മാസത്തിൽ റമദാനിലല്ലാതെ വ്രതമനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ശഅബാൻ മാസത്തെക്കാൾ കൂടുതലായി സുന്നത്തായി വ്രതമനുഷ്ഠിക്കുന്ന മറ്റൊരു മാസവും പ്രവാചകനിൽ നിന്ന് കഴിഞ്ഞു പോയിട്ടില്ല. ശഅബാൻ മാസത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തായ വ്രതാനുഷ്ഠാനത്തിനു വേണ്ടി പ്രത്യേകമായി തിരഞ്ഞെടുത്തു. എന്തുകൊണ്ടാണ് ശഅബാൻ മാസത്തിൽ ഇത്രയും വലിയ പോരിശ? ധാരാളം കാരണങ്ങളുണ്ട്. 4 കാരണങ്ങൾ ഞാൻ ഇവിടെ വിശദീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്ന്, റമദാൻ മുന്നൊരുക്കമാണ് അനുഗ്രഹീത ശഅബാൻ. 2, റമദാൻ മാസത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തായ വ്രതാനുഷ്ഠാനത്തിനു വേണ്ടി പ്രത്യേകമായി തിരഞ്ഞെടുത്തു. 3, റമദാൻ മാസത്തിൽ
മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തരത്തിലുള്ള പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു മടങ്ങിയ റമദാനു വേണ്ടി തയ്യാറാകേണ്ടുന്ന മാസമാണ്. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളെയും വിളിച്ചുകൊണ്ട് നൽകുന്ന നിർദ്ദേശമാണ് യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ عسى ربكم أن يكفر عنكم سيئاتكم ويدخلكم جنات تجري من تحتها الأنهار يوم لا يخزي الله النبي والذين آمنوا معه نورهم يسعى بين أيديهم وبأيمانهم يقولون ربنا أتمم لنا نورنا واغفر لنا إنك على كل شيء قدير يا أيها الذين آمنوا സത്യവിശ്വാസികളെ توبوا إلى الله توبة نصوحا നിഷ്കളങ്കമായി നിങ്ങൾ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങുക. عسى ربكم أن يكفر عنكم سيئاتكم അല്ലാഹു നിങ്ങളുടെ ദോഷങ്ങളൊക്കെ വിട്ടുപുറത്തു മാപ്പാക്കി തന്നേക്കാം. ويدخلكم جنات تجري من تحتها الأنهار അടിവാരത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ആരാമങ്ങളിൽ അവൻ നിങ്ങളെ പ്രവേശിപ്പിച്ചേക്കാം. يوم لا يخزي الله النبي والذين آمنوا معه നാളെ മഹ്ശറിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെയും ആ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിച്ചവരെയും നിന്ദ്യന്മാരാക്കില്ല. يسعى نورهم بين أيديهم وبأيمانهم അവരുടെ മുൻഭാഗത്തുകൂടിയും വലതുഭാഗത്തുകൂടിയും പ്രകാശം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും. യഖൂലൂന അവർ പറയും റബ്ബനാ അതിമിം ലനാ നൂറനാ ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളുടെ പ്രകാശം നീ പൂർത്തീകരിച്ച് തരണമേ. വഗ്ഫിർ ലനാ ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ പുറത്തു തരണമേ. ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ തീർച്ചയായും നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് അനുഗ്രഹീത ശഅബാനിൽ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ ദോഷങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അല്ലാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു മടങ്ങി സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് റമദാനിനെ വരവേൽക്കേണ്ടുന്ന മാസമായതുകൊണ്ട് ഈ ശഅബാനിന് അല്ലാഹു പൂർണ്ണയും മഹത്വവും നിശ്ചയിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകരോട് ചോദിക്കപ്പെടുകയുണ്ടായി അയ്യു സിയാമി അഫ്ളലു ബഅദ റമദാൻ അല്ലാഹുവിന്റെ പ്രവാചകരെ റമദാന് ശേഷം ഏറ്റവും കൂടുതൽ മഹത്വമുള്ള വ്രതാനുഷ്ഠാനം ഏത് മാസത്തിലാണ്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ശഅബാൻ മാസത്തിലാണ് എന്ന്. റമദാനിന്റെ ആദരവിന്റെയും മഹത്വത്തിന്റെയും പേര്. അപ്പോ ശഅബാൻ മാസത്തിന് ബോധിസയും മഹത്വവും കിട്ടാനുള്ള ഒന്നാമത്തെ കാരണം അനുഗ്രഹീത റമദാനിനെ വരവേൽക്കാൻ വേണ്ടി അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന മഹത്തായ ഒരു മാസമാണ് ശഅബാൻ. രണ്ടാമത് ഈ മാസത്തിന് ഇത്രയും വലിയ ബോധിസയും മഹത്വവും കിട്ടാനുള്ള കാരണം ഒരു വർഷം ദാസൻ ചെയ്യുന്ന എല്ലാ അമലുകളും സമ്പൂർണമായി അല്ലാഹുവിന്റെ അടുക്കൽ വെളിവാക്കപ്പെടുന്ന അല്ലാഹുവിന്റെ അടുക്കൽ സമർപ്പിക്കപ്പെടുന്ന മാസമാണ്. ഒരു വർഷം മനുഷ്യൻ ചെയ്യുന്ന സുഹൃത്തുക്കൾ സൽക്കർമ്മങ്ങൾ ഇതൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ സമർപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്ന മാസമാണ് ശഅബാൻ. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയുണ്ടായി യാ റസൂലല്ലാഹ് ലം അറക തസൂമു ശഹറൻ അക്തറ മിൻ ശഅബാൻ അല്ലാഹുവിന്റെ പ്രവാചകരെ ശഅബാനിൽ നിങ്ങൾ സുന്നത്തായി വ്രതം അനുഷ്ഠിക്കുന്ന പോലെ മറ്റൊരു മാസത്തിലും വ്രതം അനുഷ്ഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ.
അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ذاك شهر يغفل الناس عنه بين رجب ورمضان. റമദാനിന്റെയും റജബിന്റെയും ഇടയിൽ ജനങ്ങൾ അശ്രദ്ധയോടെ കഴിഞ്ഞുകൂടാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ശഅബാൻ. അതുകൊണ്ട് അശ്രദ്ധ ദൂരീകരിക്കാൻ വേണ്ടി ഞാൻ വ്രതാനുഷ്ഠാനത്തിലൂടെ മാതൃക കാണിച്ചു കൊടുക്കുകയാണ്. وهو شهر يرفع فيه الأعمال إلى رب العالمين. അല്ലാഹുവിന്റെ അടുക്കലേക്ക് അവന്റെ ദാസന്മാരും ദാസിമാരും ചെയ്യുന്ന അമലുകൾ സമർപ്പിക്കപ്പെടുന്ന മാസമാണ് ശഅബാൻ. وأحب أن يرفع عملي وأنا صائم. ഞാൻ നോമ്പുകാരനായിരിക്കുന്ന അവസ്ഥയിൽ അല്ലാഹുവിന്റെ അടുക്കൽ എന്റെ അമലുകൾ സമർപ്പിക്കപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശഅബാൻ മാസത്തിന് പോരിശയുണ്ടാകാനുള്ള രണ്ടാമത്തെ കാരണം, ഈ മാസത്തിലാണ് ഒരു വർഷം സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും പ്രവർത്തിക്കുന്ന കർമ്മങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ സമർപ്പിക്കപ്പെടുന്നത്. വ്രതമനുഷ്ഠിച്ചുകൊണ്ട് ഈ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ സമർപ്പിക്കപ്പെടാൻ നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കണം. മൂന്നാമത്, ഈ മാസത്തിന് പോരിശയുണ്ടാകാനുള്ള കാരണം, ഈ വർഷം അഥവാ ഒരു സത്യവിശ്വാസി അല്ലെങ്കിൽ ഒരു സത്യവിശ്വാസിനി ഒരു മനുഷ്യന്റെ മരണം തീരുമാനിക്കുന്നു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തിന്റെ ലിസ്റ്റ് ഈ മാസത്തിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഓരോ വർഷവും മരണപ്പെടുന്നവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്ന മാസമാണ് ശഅബാൻ. ആ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക മാത്രമല്ല, മരണത്തിന്റെ ചുമതലയുള്ള മലക്കുകളെ ആ ലിസ്റ്റ് ഏൽപ്പിക്കുന്നതും ശഅബാൻ മാസത്തിലാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയുണ്ടായി, അല്ലാഹുവിന്റെ പ്രവാചകരെ, അഹബ്ബു ശുഹൂരി ഇലൈക അൻ തസൂമഹു ശഅബാൻ. നിങ്ങൾ സുന്നത്തായ നോമ്പ് പിടിക്കാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ശഅബാൻ മാസത്തിലാണോ? റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇന്നല്ലാഹ യക്തുബു അലാ കുല്ലി നഫ്സിൻ മയ്യിത്തിൻ തിൽക സനതി വഉഹിബ്ബു അൻ യഅതിയനി അജലി വഅന സായിമുൻ. ഈ മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷം, ആ വർഷത്തിൽ മരണപ്പെടുന്ന എല്ലാ ആൾക്കാരുടെയും ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. എന്നിട്ട് അത് നടപ്പാക്കാനുള്ള ചുമതല മലക്കുകളെ ഏൽപ്പിക്കുന്നതും ശഅബാൻ മാസത്തിലാണ്. നോമ്പുകാരനായിരിക്കുമ്പോ മരണത്തിന്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ ഞാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് ശഅബാൻ മാസത്തിൽ ഞാൻ കൂടുതൽ വ്രതമനുഷ്ഠിക്കുന്നത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. നാലാമത്, റമദാൻ ഇത്രയും ശഅബാൻ മാസത്തിൽ ഇത്രയും കൂടുതൽ പോരിശയുണ്ടാകാനും അല്ലാഹുവിന്റെ പ്രവാചകൻ ആ മാസത്തിൽ കൂടുതലായി സുന്നത്തായി വ്രതമനുഷ്ഠിക്കാനുമുള്ള കാരണം, നബിതങ്ങൾ സർവ്വസാധാരണമായി മാസത്തിൽ 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു. അറബി കലണ്ടർ അനുസരിച്ച് 13, 14, 15 അയ്യാമുൽ ബീദ് എന്നാ പറയുന്നത്, വെളുത്ത രാവുകൾ. അല്ലാഹുവിന്റെ പ്രവാചകന് യാത്രയുടെ വേളയിൽ വർഷത്തിൽ മാസത്തിൽ ഇങ്ങനെയുള്ള നോമ്പ് നഷ്ടപ്പെടുമ്പോൾ ആ നോമ്പെല്ലാം റമദാന് മുന്നോടിയായി ഖളാ വീട്ടുന്നതിന് വേണ്ടി ശഅബാനിനെ തിരഞ്ഞെടുക്കുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഅബാന കുല്ലഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ശഅബാനിൽ അധികം നോമ്പുകാരനായിരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്തുകൊണ്ടാണ് ശഅബാനിൽ കൂടുതലായി നോമ്പ് വയ്ക്കുന്നത്? കാന യസൂമു സലാസത അയ്യാമിൻ മിൻ കുല്ലി ശുഹൂർ. എല്ലാ മാസവും 3 ദിവസം നോമ്പെടുക്കുമായിരുന്നു. ചില സന്ദർഭങ്ങളിൽ അല്ലാഹുവിന്റെ പ്രവാചകന് യാത്രയോ രോഗമോ മറ്റ് കാരണങ്ങളുടെ പേരിലോ ആ 3 ദിവസം വ്രതമനുഷ്ഠിക്കാൻ കഴിയാറില്ല. ഈ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയുഅഖിറു സനത ഫയജ്തമിഉ ശഅബാൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ അത് പിന്തിച്ചു കഴിഞ്ഞാൽ ശഅബാൻ മാസത്തിലെ 3 ദിവസത്തെ നോമ്പുകൾ ഖളാ വീട്ടി തീർക്കുമായിരുന്നു.
ഈ 4 കാരണം കൊണ്ടാണ് ശഅബാൻ മാസത്തിൽ പോരിസയുണ്ടായത്. അതുപോലെ ശഅബാൻ മാസത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതലായി വ്രതമനുഷ്ഠിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തത്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മാസത്തിൽ ഒരു രാത്രിക്ക് വളരെ മഹത്വം നൽകിയുണ്ടായി. ലൈലത്തുൽ ബറാഅത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ബറാഅത്ത് രാത്രി എന്ന് നമ്മൾ സാധാരണയായി പറയാറുണ്ട്. ബറാഅത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി പദമാണ്. അതിന്റെ അർത്ഥം മോചനം എന്നാണ്. അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഗുനിയത്തുൽ ഖാലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ എഴുതുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല 2 നിലയിലുള്ള മോചനമാണ് നൽകുന്നത്. പാപങ്ങൾ പ്രവർത്തിച്ച അല്ലാഹുവിന്റെ അടിയാറുകൾ അല്ലാഹുവിനോട് പാപമോചനം തേടിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങളിൽ നിന്ന് മോചനം നൽകും. രണ്ടാമത്, പാപങ്ങളൊന്നും പ്രവർത്തിക്കാതെ ജീവിതത്തിൽ സൽക്കർമ്മങ്ങളുമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ സ്നേഹിതന്മാർ, അവർക്ക് അല്ലാഹു ദില്ലത്തിൽ നിന്ന്, നിന്ദ്യതയിൽ നിന്ന് മോചനം നൽകുന്ന രാത്രിയാണ് ബറാഅത്തിന്റെ രാത്രി. ഈ രാത്രിക്ക് ധാരാളം പോരിസയുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇന്നല്ലാഹ ഇത്തലഅ ഫീ ലൈലത്തി നിസ്ഫി മിൻ ശഅബാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശഅബാൻ 15 ആയി കഴിഞ്ഞാൽ 1-ാം ആകാശത്ത് വെളിപ്പെടുന്നതാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയഗ്ഫിറു ലിൽ മുഅ്മിനീന വയുംലി ലിൽ കാഫിരീൻ. അല്ലാഹു ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും പാപമോചനം നൽകും, കാഫിരീങ്ങൾക്ക് സാവകാശം നൽകും. അവര് കുഫറിൽ നിന്നും ശിർക്കിൽ നിന്നും തൗബ ചെയ്ത് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ അല്ലാഹു അവർക്കും പാപമോചനം നൽകും. മുസ്ലിമീങ്ങളിൽ നിന്ന് വഞ്ചനയുടെയും ചതിയുടെയും പ്രയോഗങ്ങൾ നടത്തുന്ന വഞ്ചകന്മാര്, ചതിയന്മാര്, കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവർ, ഇവർക്ക് അല്ലാഹു മാപ്പ് കൊടുക്കില്ല. അവരെ അല്ലാഹു വിട്ടുകളയും. അവരുടെ ജീവിതത്തിലുള്ള ദുർഗുണമാകുന്ന വഞ്ചനയും ചതിയും കുതന്ത്രവും ഉപേക്ഷിക്കുന്നതുവരെ. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രാത്രിയിൽ ധാരാളം സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും പാപമോചനം കിട്ടുമെന്ന് അറിയിച്ചപ്പോ വഞ്ചന ജീവിതത്തിൽ അജണ്ടയായി കൊണ്ടു നടക്കുന്ന ആൾക്കാർ, ചതിയും കുതന്ത്രവും ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന മുഅ്മിനീങ്ങൾ, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല. ഇത് സഹീഹായ ഹദീസാണ്. ഈ രാത്രിയുടെ പോലീസ് വിശദീകരിക്കുന്ന ധാരാളം ഹദീസുകളുണ്ട്. കുടുംബബന്ധം മുറിക്കുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല. വൈരാഗ്യം വെക്കുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല. ഇങ്ങനെ 14ഓളം പാപങ്ങൾ വന്നിട്ടുണ്ട്. ആ പാപങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് ഈ രാത്രി അല്ലാഹു പുറത്തു കൊടുക്കില്ല. ആ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് അല്ലാഹുവിനോട് പാപമോചനം തേടിയാലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാത്രി എന്തിനു വേണ്ടിയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? ഭൂമിയുടെ പുറന്തലയ്ക്ക് മുകളിലുള്ള സത്യവിശ്വാസികൾക്ക് ഒരു വർഷത്തിൽ 2 ദിവസം ആഘോഷിക്കാൻ വേണ്ടി അല്ലാഹു നൽകിയിരിക്കുകയാണ്, ഈദുൽ ഫിത്റും ഈദുൽ അദ്ഹായും. എന്നാൽ വാനലോകത്ത് താമസിക്കുന്ന മാലാഖമാർക്ക് അല്ലാഹു ആഘോഷത്തിന് വേണ്ടി നൽകിയിരിക്കുന്നത് 2 രാത്രികളാണ്. ഒന്ന് ലൈലത്തുൽ ഖദ്ർ, ഖദ്റിന്റെ രാത്രി. 2 ലൈലത്തുൽ ബറാഅത്ത്, ശഅബാൻ 15ന്റെ രാത്രി. അല്ലാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടുന്ന സന്ദർഭങ്ങളാണിത്. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കുന്നുണ്ട്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅൻ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون. والنبي താങ്കൾ പറഞ്ഞു കൊടുത്ത യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം,
സ്വന്തം ശരീരങ്ങളോട് പാപങ്ങൾ പ്രവർത്തിച്ച് അതിക്രമം പ്രവർത്തിച്ച എന്റെ ദാസന്മാരോട് അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാകരുത്. നിശ്ചയം അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവനാണ്. അവൻ ഏറെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ്. നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുക. അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തുന്നതിന് മുമ്പായി അല്ലാഹുവിന്റെ മുന്നിൽ വിനയാനുതരായി അവന് നിങ്ങൾ കീഴൊതുങ്ങുക. അല്ലാഹുവിന്റെ ശിക്ഷ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദുസ്സഹമാണ്, ബുദ്ധിമുട്ടാണ്. പിന്നീട് നിങ്ങളെ സഹായിക്കപ്പെടില്ല. ജീവിതത്തിന്റെ സായം സന്ധിയിൽ എന്തെല്ലാം ദോഷങ്ങൾ പാപങ്ങളാണ് നാം ചെയ്തു കൂട്ടിയിരിക്കുന്നത്. അനുഗ്രഹീത റമദാൻ വരികയാണ്. അതിന് മുന്നോടിയായി ശഅബാൻ മാസത്തിൽ ആ പാപങ്ങളുടെ ഭാരം അല്ലാഹുവിന്റെ മുന്നിൽ ഇറക്കി വെച്ചുകൊണ്ട് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കേണ്ടുന്ന ദിനരാത്രങ്ങളാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയ സഹാബിമാർക്ക് ചെറിയ ഒരു പാപം മതി, ഒരു വർഷം അവരുടെ മനസ്സ് അസ്വസ്ഥമാകാൻ വേണ്ടി. നമ്മൾ ഗുരുതരമായ പാപങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് രാഘവത്തോടു കൂടി ജീവിക്കുകയാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇയാസ് ബിൻ സലമ പറയുകയാണ്, എന്റെ പിതാവായ സലമ വിവരിക്കുകയാണ്, ഒരിക്കൽ അദ്ദേഹം മാർക്കറ്റിൽ നിൽക്കുകയായിരുന്നു. ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ റളിയല്ലാഹു അൻഹു നടന്നു മാർക്കറ്റിൽ വരുമ്പോൾ ജനങ്ങൾക്ക് നടന്നു പോകാനുള്ള വഴി തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് എന്റെ പിതാവായ സലമ നിൽക്കുന്നത് കണ്ടു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കരങ്ങളിൽ ഉണ്ടായിരുന്ന ചാട്ടവാറൊന്ന് വീശി എന്റെ പിതാവായ സലമയുടെ ശരീരത്ത് തട്ടിയില്ല, വസ്ത്രത്തിൽ തട്ടി. സലമ വഴിമാറി നിന്ന് കൊടുത്തു. എന്റെ പിതാവ് പേരിക്കുകയാണ്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സലമ എന്നെ വിളിച്ചുകൊണ്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എന്നെ വീട്ടിൽ കൊണ്ടുപോയി നന്നായി സൽക്കരിച്ചു. എന്നിട്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഒരു വർഷത്തിന് മുമ്പ് നിങ്ങൾ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ ചാട്ടവാറ് വീശിയപ്പോൾ നിങ്ങളുടെ ശരീരത്തിന്റെ വസ്ത്രത്തിൽ അത് കൊണ്ടു. അതിന് പരിഹാരമായി ഞാൻ നിങ്ങൾക്ക് 600 ദിർഹം നൽകുകയാണ് എന്ന് പറഞ്ഞ് 600 ദിർഹം നൽകുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പാവപ്പെട്ടയാളാണ്, ഈ 600 ദിർഹം കൊണ്ട് നിങ്ങൾ ഹജ്ജ് ചെയ്യണം. സലമ ചോദിച്ചു, എന്തിനാണ് ഈ 600 ദിർഹം നൽകുന്നത്? കഴിഞ്ഞ വർഷം മാർക്കറ്റിൽ വെച്ച് ഞാൻ ചാട്ടവാറ് വീശിയപ്പോൾ നിങ്ങളുടെ വസ്ത്രത്തിൽ കൊണ്ടു. സലമ പറഞ്ഞു, ആ സംഭവം ഞാൻ മറന്നുപോയി. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഒരു വർഷം എല്ലാ രാത്രിയിലും പകലിലും എന്റെ ഹൃദയത്തെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു സംഭവമായിരുന്നു അത്. എന്റെ രാജ്യത്ത് അധിവസിക്കുന്ന പ്രജകളിൽപ്പെട്ട ഒരാളിലേക്ക് ഞാൻ ചാട്ടവാറ് വീശിയപ്പോൾ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ അത് കൊണ്ടു. എന്റെ ഹൃദയം അസ്വസ്ഥമായിരുന്നു. അതിന് ഞാൻ ഇപ്പോൾ പ്രായശ്ചിത്തം നൽകിയിരിക്കുകയാണ്, 600 ദിർഹം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന സഹാബിമാര് ചെറിയ ചെറിയ പാപങ്ങളുടെ പേരിൽ അവരുടെ ഹൃദയം അസ്വാര്യമാകുമായിരുന്നു, അസ്വസ്ഥമാകുമായിരുന്നു. ഗുരുതരമായ പാതകങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ഹൃദയത്തിൽ യാതൊരു തരത്തിലുള്ള ബേജാറും എപ്രാണവും ഇല്ലാതെ സന്തോഷത്തോടെ ആ പാപത്തിന്റെ രസം ഹൃദയത്തിൽ നിന്ന് തടുപ്പി വരുന്നു എങ്കിൽ അല്ലാഹു പറയുകയാണ്, وَأَسْلِمُوا لَهُ مِنْ قَبْلِ أَنْ يَأْتِيَكُمُ الْعَذَابُ. അല്ലാഹുവിന്റെ ശിക്ഷ വരുന്നതിന് മുമ്പ് പശ്ചാത്തപിച്ചു മടങ്ങി അല്ലാഹുവിന്റെ മുന്നിൽ വിനയാന്വിതരായി തീരുക. ثُمَّ لَا تُنْصَرُونَ. അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നാൽ പിന്നെ നിങ്ങളെ സഹായിക്കപ്പെടില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് അനുഗ്രഹീതമായ ശഅബാൻ മാസത്തിൽ കൂടുതലായി തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് സുഹൃതങ്ങൾ കൊണ്ട് സൽക്കർമ്മങ്ങൾ കൊണ്ട് സാമീപ്യം നേടണം. അനുഗ്രഹീത റമദാനിലെ എല്ലാ ദിവസവും നോമ്പെടുക്കൽ സുന്നത്താണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ലാ തസൂമു ബഅദ നിസ്ഫി ശഅബാൻ. ശഅബാൻ 15 കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പെടുക്കുക.
ഈ ഹദീസ് ലഭിതങ്ങൾ പറഞ്ഞത് അനുഗ്രഹീത റമദാന്റെ നോമ്പിന് ദുഷ്കരമാകുമെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ, ബലഹീനരായ ആൾക്കാർ ശഅബാൻ 15 കഴിഞ്ഞുകൂടി നോമ്പെടുത്തു കഴിഞ്ഞാൽ റമദാനിന്റെ നോമ്പ് ഒരു പക്ഷേ ഭാരമായിരിക്കും. അതുകൊണ്ടാണ് അല്ലാതെ സാധാരണയായി തിങ്കളാഴ്ച വ്യാഴാഴ്ച നോമ്പെടുക്കുന്ന ആൾക്കാർക്ക് ശഅബാൻ 15 കഴിഞ്ഞ് നോമ്പെടുക്കും. എന്താണെങ്കിലും എല്ലാ മാസവും അയ്യാമുൽ ബീദിന്റെ നോമ്പുണ്ട്, 13, 14, 15. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 13, 14, 15 തന്നെയാണ് ശഅബാൻ 13, 14, 15 വരുന്നത്. അതായത് വരുന്ന വ്യാഴം, വെള്ളി, ശനി, ഈ 3 ദിവസമെങ്കിലും ചുരുങ്ങിയ പക്ഷം ശഅബാൻ മാസത്തിൽ നമ്മൾ ഓരോരുത്തരും വ്രതമനുഷ്ഠിക്കുക. ബറാഅത്തിന്റെ രാത്രി വരുന്ന വെള്ളിയാഴ്ച കഴിഞ്ഞുള്ള രാത്രിയാണ്. ആ രാത്രി കഴിവിന്റെ പരമാവധി നമ്മൾ കൂടുതലായി ഖുർആൻ ഓതുക, ദിക്ർ ചെയ്യുക, ദുആ ചെയ്യുക. അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.